നമ്മൾ എത്രത്തോളം ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമോ ആ ഡീറ്റെയിലിങ്ങിലാണ് അതിൻ്റെ ബ്യൂട്ടി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാൻ പവർ സ്പെൻഡ് ചെയ്യുന്നതും ഡീറ്റെയിലിങ്ങിലാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയല്ലോ, അതായത് വീടിന്റെ കന്നിമൂല മറ്റു പോക്കരും ഒക്കെ നോക്കിയിട്ടൊക്കെയാണല്ലോ പലരും കൺസ്ട്രക്ഷൻ തന്നെ ഇരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആൾക്കാർ റിക്വയർമെന്റ് ആയിട്ട് ഡേ ബൈ ഡേ ലൈഫിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഏരിയ മനുഷ്യന് എത്രത്തോളം ഈസി ലൈഫ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിലുള്ള ഒരു വീട് വെക്കുന്ന ഒരാൾക്കാർ ഇപ്പോൾ അവിടുത്തെ ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ പറയും ചൈനയിൽ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റും, ഫർണിച്ചേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു എത്രത്തോളം അത് എന്താ പറയുക റൈറ്റ് ആണ് റോങ് ആണ്? ചില കാറ്റുകൾ വീട്ടിൻ്റെ ഉള്ളിൽ കാറ്റുകൾ കയറി ഒരു എയർ ഉള്ളിൽ കയറി തിരിച്ചു പോകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുക എന്ന് പറയുന്ന സമയത്ത് പിന്നീട് ആ കസ്റ്റമർ അവിടെ തിരിച്ചു വരാനുള്ള കുറ്റടിക്കുന്ന ഉസ്താക്കന്മാരാണല്ലോ കൂടുതൽ നാട്ടിൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പറഞ്ഞ പോലെ ആശാരിമാർ കുറ്റിയടിക്കുക, അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പോകുമ്പോൾ ചലഞ്ച് അല്ലേ? അത് മണ്ടത്തരം തന്നെ പറയുള്ളൂ. മണ്ടത്തരം തന്നെയാണ്, അതിൻ്റെ ആവശ്യമൊന്നും ശരിക്കില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് ഓഫ് ബ്രാൻഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൻവീർ ഭായ് ആണ്. ആർക്കിടെക്ചറൽ ട്രാൻസ്ഫോമറാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഡിസൈനറായിട്ടും എൻജിനീയറായിട്ടും ആർക്കിടെക്റ്റായിട്ടുമൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. സ്വന്തമായിട്ടൊരു സ്ഥാപനം ദുബായിലുണ്ട്. ആർക്കിടെക്ചറിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. വെൽക്കം ടു ദിസ് ഷോ. താങ്ക് യു വെരി മച്ച്. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് ഷോ. ആൻഡ് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു ഏരിയ ആണ് അല്ലേ? മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സ്റ്റിൽ ആളുകൾക്ക് ഇപ്പോഴും ആർക്കിടെക്ചേഴ്സിനെ സമീപിക്കാൻ ഒരുപാട് പേടിയുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ടെക്നോളജി ഇറയാണ്. അപ്പം AI വളർന്നുകൊണ്ടിരിക്കുകയാണ്. AI ആപ്സ് കൊണ്ട് തന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അതെ. അപ്പോൾ എന്തിനാണ് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കിടെക്ചറിൻ്റെ ആവശ്യം എന്ന് പലരും ചോദിക്കാറുണ്ട്. അവരോട് എന്താണ് സൻവീർ ഭായ്ക്ക് പറയാനുള്ളത്? ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ എസ്തെറ്റിക്. AI മേ ബി യു ക്യാൻ കവർ ദ എസ്തെറ്റിക് റിക്വയർമെൻറ്റ് ഓൺലി. ഓക്കെ. ആർക്കിടെക്ട് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൽ ഒരു ജസ്റ്റ് ഒരു എസ്തെറ്റിക്കിനെ അപ്പുറത്തേക്ക് ആർക്ക് വേണ്ടിയാണോ ഡിസൈൻ ചെയ്യുന്നത്, പെർപ്പസ്, ഡിസൈൻ ഫോർ ദ പെർപ്പസ് എന്നാണ് ആക്ച്വലി. അതുമാത്രമല്ല അതിൻ്റെ ഒരു എൻ്റെ ഏരിയ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം നമുക്കിപ്പം ഓരോ ഡിഫറെൻറ്റ് ഇപ്പം നമുക്ക് തന്നെ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം ഗ്രീക്കിൽ ഉള്ള ഡിസൈൻ അല്ല ഇന്ത്യയിലുള്ള ഡിസൈൻ. അതെ അതെ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം അറബ് കൺട്രീസിലെ ഡിസൈൻ അല്ല യൂറോപ്യൻ കൺട്രീസിലെ ഡിസൈൻ. അതവിടെ ഒരുപാട് എലമെൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ AI എന്ന് പറയുന്നതിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രം അല്ലെങ്കിൽ അതിനെ മാത്രം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ റിക്വയർമെൻറ്റ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ആർക്കിടെക്ചർ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും AI ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെയാണോ? അങ്ങനെയും പറയാം. ആ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഒരു AI നിങ്ങൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരുപക്ഷെ അതിന് AI നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കിടെക്ചർ എന്ന് എപ്പോഴും ചിന്തിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ ലൈഫ് സൈക്കിള് അല്ലെങ്കിൽ ഡേ ബൈ ഡേ ആക്ടിവിറ്റീസിനെ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യും, ഇങ്ങനത്തെ കുറച്ച് ലൈഫുമായിട്ട് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളത് കണക്ട് ചെയ്തിട്ടാണ് അതിനെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറ്റുക. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്, യെസ്. അതായത് ഒരു മാൻകൈൻഡ് വർക്ക് തന്നെയാണ് അത്. ഒരു മാൻകൈൻഡ് വർക്കാണ്. അത് ഒരു AI കൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി യെസ് യു ക്യാൻ കവർ ഇറ്റ്. യെസ്. അതായത് ഒരു വിഷ്വലി കാണുമ്പോൾ ഓക്കെ, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെ. പക്ഷേ ആർക്കിടെക്ട് ഒരിക്കലും ഒരു വിഷ്വൽ ബ്യൂട്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരാളല്ല. അതാണ് ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങും ക്വാളിറ്റിയും ഒക്കെ നോക്കുന്ന. അതെ. ഡീറ്റെയിലിംഗ്, ക്വാളിറ്റി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ റിയൽ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ആർക്കിടെക്ട്സിൻ്റെ ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഡേ ബൈ ഡേ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുന്ന ഏരിയാസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ശരി. ആരാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വില്ല അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കഫ്റ്റേരിയ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, തിയേറ്റർ എന്തൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ
അതിനുശേഷം ആഫ്റ്റർ ദ ഡെലിവറി നമ്മുടെ പ്രൊജക്റ്റ് ഡെലിവറി ചെയ്തതിന് ശേഷം അവിടെയുള്ള ആൾക്കാർ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും കൂടി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ സാധനത്തിന് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലാതെ ജസ്റ്റ് ആ ഒരു പ്രസന്റ് മൊമെന്റ് ഒരു ബ്യൂട്ടി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരല്ല. അല്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ എൻഡ് യൂസർക്ക്, ആരാണോ അതിൻ്റെ എൻഡ് യൂസർ ആവാൻ പോകുന്നത്, അവർക്ക് ഈസി മൂവിങ് ആയിരിക്കണം. അതായത് ഈസി മൂവിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല, അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കാമായിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഒരിക്കലും നമ്മളൊരു ഭയങ്കര സഫോക്കേഷൻ ആവുന്ന രീതിയിൽ പോയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മളുടെ ഏരിയാസ് എപ്പോഴും നമ്മൾ ഈ ഡിസൈനിലൊക്കെ എന്തിനാണ് പോകുന്നത്, നമുക്ക് കാണുമ്പം ഭംഗിയുണ്ടാവണം, സെയിം ടൈം വി നീഡ് എ റിലാക്സ് എന്ന് ഒരു കോമൺ ഇതുണ്ടല്ലോ. അപ്പോൾ അത് കൊമേഴ്ഷ്യൽ സ്പേസിലും അത് അപ്ലിക്കബിൾ ആണ്. കൊമേഴ്ഷ്യൽ സ്പേസിലാണ് അത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെ. ഇപ്പോൾ നമ്മളൊരു ഓഫീസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അയാൾ ഓഫീസ് ഉണ്ടാക്കുന്നത് അയാളുടെ സ്റ്റാഫിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി എടുത്തിട്ട് അയാൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ബിസിനസ്സിൻ്റെ റവന്യൂ കൂട്ടാനും ബിസിനസ് കൂട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറയുന്ന ടേം എൻഡ് യൂസർ എന്നാണ്. ഈ എൻഡ് യൂസർ അത് അവിടെ വർക്കേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള ഗസ്റ്റുകളാവാം, നിങ്ങളുടെ വിസിറ്റേഴ്സ് ആവാം. അവർക്ക് അവിടെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത സ്പേസിൻ്റെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സ്പേസ് എങ്ങനെ വരുന്ന ആൾക്കാർക്ക് എത്രത്തോളം റിലാക്സിങ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് കൊടുക്കാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു വാവ് ഫീൽ വരുന്ന രീതിയിലേക്ക് ഒരു ആർക്കിടെക്റ്റ് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിനെ എങ്ങനെയായിരിക്കും നമ്മൾ മാറ്റിയിരിക്കുക? വാവ് ഫീൽ വേണം, വാവ് ഫീൽ വേണ്ടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ വാവ് ഫീൽ ഉണ്ടാക്കുന്നത് ജസ്റ്റ് കുറേ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ കുറേ ഡെക്കറേറ്റീവ് ലൈറ്റ്സോ കളേഴ്സോ ആഡ് ചെയ്തിട്ടോ അല്ല, ഡിസൈൻ ഫോർ പർപ്പസ് ആണ്. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ബേസിക് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ആർക്കിടെക്ട്സ് പലപ്പോഴും കോസ്റ്റ്ലി ആണല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? ആർക്കിടെക്റ്റ് കോസ്റ്റ്ലി അല്ല, ആക്ച്വലി അല്ല. അത് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിലും, ഞാനീ പറഞ്ഞതുപോലെ അതിൻ്റെ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, എൻഡ് യൂസർക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുക, അതിലൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളൊരു ആർക്കിടെക്റ്റിൻ്റെ അഡ്വൈസ് എടുത്ത് ചെയ്യുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഫ്യൂച്ചർ ഡാമേജ് അതായത് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ആർക്കിടെക്റ്റ് ഒരിക്കലും പോയിട്ട് പിന്നെ ജസ്റ്റ് ഒരു സ്പേസ് പ്ലാൻ ചെയ്യല്ല ചെയ്യുന്നത്. അവിടുത്തെ റിക്വയർമെൻറ്റിനെ പഠിച്ച്, അവിടുത്തെ ക്ലൈമറ്റിനെ പഠിച്ച്, അവിടുത്തെ ആൾക്കാരുടെ എൻഡ് യൂസേഴ്സിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവിടെ ഇനി എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇനി ഏതൊക്കെ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, എന്താണ് ആക്ച്വൽ പ്ലാൻ എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റായി ഇതിങ്ങനെ അല്ലായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്തൊരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്, ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന സമയത്ത് പിന്നീടുള്ള റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ അത് കോസ്റ്റ്ലിയാണ്. ടൈം വേസ്റ്റ് ആവും, പണവും വേസ്റ്റ് ആവും, അങ്ങനെ ഒരുപാട് ഏരിയാസ് നിങ്ങൾ അങ്ങനെ വരുമ്പോൾ സൻവീർ ഭായി പറയുന്നത് വെച്ചാൽ നമ്മളൊരു ആർക്കിടെക്ട്സിന് ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ലോങ് ടേമിലേക്കുള്ള ഒരുപാട് ലോസസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായും അല്ലേ, ആ ലോസസും കവർ ചെയ്യാൻ പറ്റും. അവർക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി അത് ഭയങ്കരമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്നു. അതാണ്, അതായത് ഒരു ആർക്കിടെക്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്പോട്ട് ഡിസിഷൻ അല്ല എടുക്കുക. ഓക്കെ, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ, ഒരു എലമെൻ്റ് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെയ്ത ഒരു സാധനത്തിന് ഒരു വൈ പൊസിഷൻ ഉണ്ടാവും അവിടെ, എന്തിനവിടെ എന്നുള്ളത്. അപ്പോൾ അത് എപ്പോഴും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനെ പർപ്പസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. മനസ്സിലായി. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് നമ്മളടുത്ത് ഇപ്പം റിക്വയർമെൻ്റ് ആയിട്ട് വരികയാണ്, ഒരു ഓഫീസ് സ്പേസ് ഡിസൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ
ചിലപ്പം പുള്ളി സ്റ്റാർട്ടിങ്ങിലായിരിക്കും, സ്റ്റാർട്ടപ്പ് ആയിരിക്കാം. Yeah. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് പുള്ളിക്ക് അത്രയും ടേബിൾസോ അല്ലെങ്കിൽ സിറ്റിംഗ് സ്പേസോ വേണ്ടി വരില്ല. പക്ഷേ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്കായിരിക്കും അതിൻ്റെ ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ഒരു പ്ലാനിനെ പറ്റി പറയാൻ പറ്റുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സീറ്റിംഗ് എത്രത്തോളം നമ്മൾ സ്പേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എലമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അല്ലാതെ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, നമ്മൾ 5 ആളേ ഉള്ളൂ അല്ലെങ്കിൽ 10 പേരേ ഉള്ളൂ. ഈ 10 പേർക്കുള്ള സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്ത് പിന്നീട് അവിടെ ഒരു 5 ആൾ ആഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ മൊത്തം റീവർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഷനാണ് നിങ്ങളുടെ ഒരു പ്ലാൻ, നമ്മൾ ഇതിൽ കൂടുതൽ ആളുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക ഓക്കെ അടുത്ത 5 ആൾ വന്നു കഴിഞ്ഞാൽ ഇതിന് വലിയ ഡാമേജ് ഇല്ലാതെ എങ്ങനെ ഇതേ സ്പേസിൽ തന്നെ 5 ആളും കൂടി നമ്മൾ സ്പേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായി. കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഇൻഡസ്ട്രിയിൽ, അപ്പം കൊമേഴ്ഷ്യൽ സ്പേസിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പം നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? മെയിൻലി കൊമേഴ്ഷ്യൽ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കൂടുതലും ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, അങ്ങനെയുള്ള ഏരിയകളാണ് നമ്മളിപ്പം കൂടുതൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോറൂംസ്, ഓഫീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എവറി ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇപ്പോൾ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഇവർ ഷെയർ ചെയ്യുന്ന കണ്ടൻസ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എസ്തെറ്റിക്സ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് സൻവീർ ഭായിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിലെന്താ അറിയോ, ഒരു മെറ്റീരിയലും വേസ്റ്റ് അല്ല. ഓക്കെ എല്ലാ മെറ്റീരിയലിനും അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ആര് കൊണ്ടുവരികയാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഓരോ പുതിയ പുതിയ കണ്ടെത്തലുകൾ ഈ ഇൻറ്റീരിയർ ഫീൽഡിലോട്ടോ ഇലക്ട്രിക്കൽ ഫീൽഡിലോട്ടോ കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും റൈറ്റ് പ്ലേസ് ആണോ, അല്ലെങ്കിൽ റൈറ്റ് മെറ്റീരിയലിൻ്റെ റൈറ്റ് പ്ലേസ് എന്ന് പറയാം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മെറ്റീരിയലും, ഈവൻ ഇപ്പം ഞങ്ങളിപ്പോൾ ചൈനയിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നുണ്ട്, സോഴ്സ് ചെയ്യുന്നുണ്ട്, തുർക്കിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നുണ്ട്, യൂറോപ്പിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് ബേസ് ചെയ്തിട്ടായിരിക്കണം അതിനെ ചൂസ് ചെയ്യേണ്ടത്. ബഡ്ജറ്റിനെ ഓറിയൻറ്റഡ് ആവരുത്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് അല്ല ഒരിക്കലും നമ്മളൊരു, കാരണം ഞാൻ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നാട്ടിലുള്ള ഒരു വീട് വെക്കുന്ന ഒരാൾക്കാർ, ഇപ്പോൾ അവിടുത്തെ ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ പറയും ചൈനയിൽ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റും, ഫർണിച്ചേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു എത്രത്തോളം അത് എന്താ പറയുക റൈറ്റ് ആണ് റോങ് ആണ് എന്നുള്ളൊരു, അവിടെയാണ് ആർക്കിടെക്ട്സിൻ്റെ കൺസൾട്ടൻസി പിന്നെയും നിങ്ങൾക്ക് റിക്വയർഡ് ആവുന്നത്. ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പേസിന് ആവശ്യം മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ആർക്കിടെക്ട്സിന്. ഓക്കെ, ഈ മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരിക്കലും നിങ്ങൾ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ റെഫർ ചെയ്യുക. നമ്മളെപ്പോഴും റെഫർ ചെയ്യുന്നത് ആ മെറ്റീരിയൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഓക്കെ ആണോ എന്നുള്ളത് ഒരു ആർക്കിടെക്ട് സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ഫങ്ഷണലും ആയിട്ടും യൂട്ടിലിറ്റി ബേസ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ്തെറ്റിക് ബേസ് ആയിട്ടും അത് ഒരു 360 ഡിഗ്രിയിൽ അത് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമേ എസ്തെറ്റിക്കലി അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് അതിനെ ഓക്കെ പറയുള്ളൂ. അത് രാജ്യത്തിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടോ അല്ല, നിങ്ങളുടെ റിക്വയർമെൻറ്റ് മീൻസ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിനെ നമ്മൾ പറയാം. മീൻസ് ചില കസ്റ്റമർക്ക് ഭയങ്കരമായിട്ട് ബ്രാൻഡ് ഓറിയൻറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പോഷായിട്ടുള്ള ഒരു സ്പേസ് നമുക്കത് വിസിബിൾ ചെയ്യാനുണ്ടാവും, അയാളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിക്വയർ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും നമുക്ക് ആ ബ്രാൻഡിനെ തന്നെ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പം ഫർണിച്ചർ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചർ ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ ഫർണിച്ചർ പേര് പറയാത്തത് ഇപ്പം UAE കേസിൽ എസ്പെഷ്യലി നമ്മളെ ബിസിനസ് വരുന്നത് കംപ്ലീറ്റ്ലി നമ്മളുടെ ഏരിയ വരുന്നത് കംപ്ലീറ്റ് ദുബായിലാണെന്ന് തോന്നുന്നത്. ഏകദേശം മോസ്റ്റ്ലി UAE നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദുബായിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ആക്ച്വലി എൻ്റെ കമ്പനി മെറ്റാർക്ക് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ കമ്പനി ഇവിടുത്തെ മോസ്റ്റ്ലി എല്ലാ അതോറിറ്റി അപ്രൂവലും എടുക്കാൻ പറ്റുന്ന കമ്പനിയാണ്. അതായത് എല്ലാ കൺസൾട്ടൻറ്റ് ഇൻറ്റീരിയർ ബേസിൽ ഓൾമോസ്റ്റ് എല്ലാ കൺസൾട്ടൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസൈൻ കൺസൾട്ടൻ്റ് ആയിട്ടും അപ്രൂവലിൻ്റെ ബേസ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദുബായിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു ഫിറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിനെ വിളിക്കാതെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഈ അപ്രൂവൽസ് കേസൊക്കെ വളരെ പ്രശ്നമായിട്ട് വരാറുണ്ട്. അത് ഒരുപാട് ലോസിലേക്ക് പോകുന്ന സിറ്റുവേഷനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അവർക്കുള്ളൊരു അഡ്വൈസ്, അതായത് ആർക്കിടെക്ട്സിനായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എത്രത്തോളം
ഈസി ആവും എന്നുള്ളൊരു അഡ്വൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ? നമ്മളെ ഫേമിൻ്റെ ഒരു പ്രത്യേകത അതാണ്, നമ്മൾ കൊടുക്കുന്ന സർവീസ് 360 ആണ് ആക്ച്വലി. ഓക്കെ. ഞങ്ങൾ ആർക്കിടെക്ചർ സർവീസ് കൊടുക്കുന്നുണ്ട്, സെയിം ടൈം അപ്രൂവൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ കമ്പനീസ് ഉണ്ട് ഇവിടെയുള്ള ദുബായിലുള്ള ടെക്നിക്കൽ കമ്പനീസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈനും അപ്രൂവൽസും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവർക്കും അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഒരു ആർക്കിടെക്റ്റിനെ ചിലപ്പോൾ എഫോർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ കമ്പനീസിന് നിങ്ങൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർ സൈഡിൽ നിന്നാണ് ഇപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ കസ്റ്റമറാണ് പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത്. ചില കസ്റ്റമർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഈ കസ്റ്റമറുടെ ലിമിറ്റേഷൻ, നോളജ് ലിമിറ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു ടൈപ്പ് സർവീസും ചെയ്യുന്നുണ്ട്. മീൻസ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്.